മലപ്പുറത്തേക്ക് പോയാൽ അവിടെ മഞ്ഞപ്പറ്റയിലെ പെട്രോൾ പമ്പിൽ നിന്നും എളങ്കൂർ പാലിയേറ്റീവ് കെയറിന്റെ സംഭാവനാ ബോക്സ് മോഷണം പോയി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. പമ്പ് അധികൃതർ പോലീസിൽ പരാതി നൽകി. ആ ദൃശ്യങ്ങളിലേക്ക്. വിജയേട്ടൻ പെട്രോൾ പമ്പിലോട്ട് വളരെ വേഗതയിൽ അവിടെ നടന്നു വരുന്നുണ്ട്. നടന്നങ്ങനെ വന്ന് പെട്രോൾ പമ്പിനടുത്തോട്ട് വരുന്നുണ്ട്. പെട്രോൾ പമ്പ് വിജനമാണ്, ശൂന്യമാണ്, അവിടുന്ന് ആരുമില്ല. അപ്പോൾ അവിടെ നോട്ടം ഓടി അങ്ങോട്ട് പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന ഈ സംഭാവന ബോക്സ് എടുത്തുകൊണ്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്. വെറും സംഭാവന ബോക്സ് അല്ല, പാലിയേറ്റീവ് കെയർ. അതായത് വേദന, ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന, ചികിത്സകൾ ഇനിയും ഫലിക്കില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള സംഭാവന കൊടുക്കുന്ന ആ ബോക്സ് ആണ്. അപ്പൊ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക കഷ്ടമാണ്. ചില ഹോട്ടലിലൊക്കെ നമുക്ക് കാണാം അതുപോലെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തോട്ട് പോകട്ടോ. എന്തൊരവസ്ഥയാണ് ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ അത് കൂടോടം എടുത്തുകൊണ്ട് പോകും. ആ ബോക്സോടം എടുത്തുകൊണ്ട് പോയി ഈ കക്ഷി. എന്നിട്ട് പുറത്തിറങ്ങി ഓടുന്നുണ്ട്. ആ റോഡിലൊന്നും അങ്ങനെ അധികം ആളെ കാണാനൊന്നുമില്ല. പക്ഷേ CCTV ഉള്ള കാര്യം കക്ഷി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. മുഖമൊന്നും മറച്ചിട്ടൊന്നുമില്ല. തലയിൽ കെട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മുഖമൊന്നും മറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ആളെ കണ്ടെത്താവുന്ന ആളാണ്. ആരോഗ്യ ദൃഢഗാത്രനായ ഒരാളാണ്. വല്ല പണിയെടുത്ത് ജീവിക്കാനുള്ളതിന് പകരം അവിടെ കയറി പാലിയേറ്റീവ് പൈസ ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നതിന് കഷ്ടമാണ്. പാലിയേറ്റീവ് പൈസ എന്ന് പറഞ്ഞാൽ നേരത്തെ കൃഷ്ണ പറഞ്ഞ പോലെ നമ്മൾ ഈ ചില ഹോട്ടലിലൊക്കെ കാണുമല്ലോ, ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടുക എന്ന് 10-20 രൂപ ഒക്കെ ഇടുന്ന ഒരു ഇത്. എന്നാൽ അത് പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസയാണ്. അതെ, ചികിത്സ ഫലിക്കാതെ വേദനയിൽ കഴിയുന്ന, അതായത് അവരൊരു അവസാന സ്റ്റേജിലെത്തിയവരായിരിക്കും മിക്കവാറും ആൾക്കാരും. അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പണമാണ്. നിഖിൽ പരമേഷ് ആയിരുന്നു. നിഖിൽ, ഇയാളെ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവുമോ? കാര്യം മുഖമടക്കം വ്യക്തമായിട്ടുണ്ടാവില്ലേ ഈ CCTV? ഒന്നുകൂടെ സൂം ചെയ്തൊക്കെ നോക്കിയാൽ. തീർച്ചയായിട്ടും അശ്മി, കൃഷ്ണൻ, അത് വളരെ വിഷമകരമായിട്ടുള്ള വളരെ മോശം ഒരു പ്രവൃത്തിയാണ്. എളങ്കൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ള ഒരു ബോക്സാണ്, ഒരു സംഭാവന ബോക്സാണ് ഈ പെട്രോൾ പമ്പിൽ എത്തി അജ്ഞാതൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വളരെ സ്വാഭാവികമായി നടന്നു വന്ന് ആ ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ പമ്പുടമകൾ പിറ്റേ ദിവസം ഈ പമ്പിലെത്തിയപ്പോഴാണ് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്, ഈ ബോക്സ് നഷ്ടമായതായി ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് അവർ CCTV പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യക്തമായത്. എന്തായാലും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഇത് ആരാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പമ്പിനെ കുറിച്ചും ഒക്കെ കൃത്യമായി അറിയാവുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം അതാണ് ഇവിടെ വന്നാൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ അർദ്ധരാത്രിയിൽ വാഹനമൊന്നും ഇല്ലാതെ അവിടേക്ക് എത്തേണ്ടുന്ന സാഹചര്യമില്ല. അപ്പോൾ ഇത് കൃത്യമായി എടുത്തുകൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മോഷ്ടാവ് എത്തിയത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിന്റെ അന്വേഷണം വളരെ ഊർജിതമായി പുരോഗമിക്കുന്നുമുണ്ട്. ഹാഷ്മി, കൃഷ്ണ. ഓക്കെ, നിഖിലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിൽ ആ പണപ്പെട്ടിയിൽ എത്ര രൂപ ഉണ്ട് എന്നത് പ്രസക്തമേ അല്ല. എത്ര രൂപ ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത് മഹാമോശം പ്രവണതയാണ്. അപ്പോൾ അത് പോലീസ് ആളെ പിടികൂടും, തക്ക ശിക്ഷ കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം, അല്ലേ? തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.